ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. കാരണം ഏറ്റവും വലിയ ശത്രു ജഡമാണ്, പുറമേയുള്ള ഒരു വ്യക്തിയുമല്ല. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാം വാക്യം, യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അഥവാ ബലവാന്മാർ അതിനെ പിടിച്ചടക്കുന്നു. ബലവാന്മാർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മശക്തി ഉള്ളവരാണ്. ബലവാന്മാർക്ക് മാത്രമേ സ്വർഗരാജ്യം പിടിച്ചെടുക്കാൻ സാധിക്കൂ. ഒരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ ഗോലിയാത്തിനെ ദാവീദ് കീഴ്പ്പെടുത്തുന്ന രംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. ഗോലിയാത്ത് നിരന്തരമായിട്ട് വെല്ലുവിളിക്കുകയാണ്, എന്നെ ആര് തോൽപ്പിക്കും? ഈ ഗോലിയാത്തിൻ്റെ ഭീകര രൂപം കണ്ടപ്പോൾ എല്ലാ ഇസ്രായേൽ മക്കളും പേടിച്ചു, ശൗലും പേടിച്ചു. വലിയ സൈന്യാധിപന്മാരുണ്ട് ഇസ്രായേൽ ജനതയ്ക്ക്, എല്ലാവരും പേടിച്ചു. അപ്പോഴിതാ ബാലനായ ദാവീദ് വരികയാണ്. ഇസ്രായേൽ ജനത്തിൽ ദാവീദിനേക്കാളും കായിക ശേഷിയുള്ള ധാരാളം പടയാളികളുണ്ട്. ആർക്കും ഗോലിയാത്തിനെതിരെ പോരാടാനുള്ള ധൈര്യമില്ല. പക്ഷേ ബാലനായ ഈ ദാവീദ് ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചു. എന്താ കാരണം? മറ്റുള്ളവർക്ക് ശാരീരിക ശേഷിയേ ഉള്ളൂ, ദാവീദിനുള്ളത് പരിശുദ്ധാത്മ ശക്തിയാണ്. കാരണം ദാവീദ് അഭിഷിക്തനാണ്. ഈ ഗോലിയാത്ത് എന്ന് പറയുന്നത് ജഡത്തിൻ്റെ സാദൃശ്യമാണ്. മറ്റാരും ഗോലിയാത്തിനെതിരെ പോരാടാൻ തയ്യാറായില്ല. അഭിഷേകം പ്രാപിച്ച ദാവീദ് കല്ലെടുത്ത് എറിഞ്ഞു, ഗോലിയാത്ത് വീണു. ഒന്ന് ചിന്തിക്കുക, ഈ ദാവീദിന് അഭിഷേകം ഇല്ലായിരുന്നു എന്ന് കരുതുക. പരിശുദ്ധാത്മ ബലമില്ലാതെ ദാവീദ് ഒരു കല്ലെടുത്ത് ഈ ഗോലിയാത്തിനെ എറിഞ്ഞാൽ ഗോലിയാത്ത് ചാവുകയില്ല. കല്ലിൻ്റെ ബലത്താലല്ല, മറിച്ച് ദാവീദിൻ്റെ മേൽ അഭിഷേകമുണ്ട്. അഭിഷേകമില്ലാത്ത ദാവീദ് എത്ര കല്ലെറിഞ്ഞാലും ഗോലിയാത്തിന് ഒരു കുലുക്കവും തട്ടുകയില്ല. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ്? നമ്മുടെ ഗോലിയാത്തുമാർ ആരാണ്? നമ്മുടെ ഗോലിയാത്തുമാർ നമ്മുടെ ജഡത്തിലുള്ള വാശി, വൈരാഗ്യം, വിദ്വേഷം, പണക്കൊതി, അമിത ഭക്ഷണാസക്തി, ചെറുതും വലുതുമായ ഒത്തിരി ഗോലിയാത്തുമാർ ഉണ്ട്. ഈ ഗോലിയാത്തുമാരെ ആർക്കേ കീഴ്പ്പെടുത്താൻ പറ്റൂ? ബലവാന്മാർക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. ആരാണ് ബലവാൻ? പരിശുദ്ധാത്മ ശക്തിയുള്ള വ്യക്തികളാണ് ബലവാന്മാർ. അതുകൊണ്ട് ഒരുവന് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ ശക്തി ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? അവൻ ഈ ഗോലിയാത്തുമാരെ തോൽപ്പിച്ചിരിക്കും. ഒരുവന് വലിയ ശാരീരിക ശേഷി ഉണ്ടായിരിക്കാം, ഇനി വലിയ വചനപാണ്ഡിത്യം ഉണ്ടായിരിക്കാം, പ്രസംഗിക്കാൻ കഴിവുണ്ടായിരിക്കാം. പക്ഷേ ആ കാരണത്താൽ അവൻ ബലവാനല്ല. ഇതൊക്കെ ഉണ്ടായാലും ജഡം ആ വ്യക്തിയെ കീഴ്പ്പെടുത്തും. ആരാണ് ബലവാൻ? പരിശുദ്ധാത്മ ശക്തിയുള്ള ഒരു വ്യക്തി ജഡത്തിലെ എല്ലാ ഗോലിയാത്തുമാരെയും, കപടഭക്തിയെയും, സ്വാർത്ഥതയെയും, സ്വജനപക്ഷപാതത്തെയും എല്ലാറ്റിനെയും തോൽപ്പിക്കും. ഈ ബലവാന്മാരാണ് പിടിച്ചടക്കി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് മാത്രമേ ഈ ജഡത്തിലുള്ള നമ്മെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തുമാരെ തോൽപ്പിക്കാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മശക്തി എങ്ങനെ നമുക്ക് ലഭിക്കും? നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. കർത്താവ് പറഞ്ഞു, തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. കർത്താവേ, ഈ ജഡം എന്നെ വെല്ലുവിളിക്കുന്നു, എന്നെ തോൽപ്പിക്കുമെന്ന് പറയുകയാണ്. എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ഇതിനെ നേരിടാൻ കഴിയുകയില്ല. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഈ കൺമോഹത്തെ, ഈ മോശമായ കാര്യത്തെ ജയിക്കണം. എനിക്ക് പരിശുദ്ധാത്മ ശക്തി വേണം. ലൂക്കോസ് 11:13, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ജഡത്തിലുള്ള ഗോലിയാത്തുമാരെ തോൽപ്പിക്കുവാൻ പരിശുദ്ധാത്മ ശക്തി മാത്രമേ ഞങ്ങളെ സഹായിക്കുകയുള്ളൂ.
അത് ഞങ്ങൾക്കറിയാം കർത്താവേ. അതുകൊണ്ട് ജഡത്തിലുള്ള ഗോലിയാത്തുമാരെ തോൽപ്പിക്കുവാൻ പരിശുദ്ധാത്മശക്തി ഞങ്ങൾക്ക് നൽകുമാറാകണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. റോമാലേഖനം 8-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുമ്പോൾ, കോപത്തെ, ക്രോധത്തെ, സ്വാർത്ഥതയെ, ധനമോഹത്തെ, എല്ലാറ്റിനെയും, എല്ലാ ജഡത്തിൻ്റെ പ്രവൃത്തികളെയും മരിപ്പിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും നമുക്കല്ല. കാരണം നമുക്കത് മരിപ്പിക്കുവാൻ സാധിച്ചത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. അപ്പസ്തോലനായ പൗലോസ് ധാരാളം സുവിശേഷ വേല ചെയ്തു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ. അതുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിനാണ് കൊടുക്കുന്നത്. 1 കൊരിന്ത്യർ 15:10. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. വീണ്ടും പൗലോസ് 2 കൊരിന്ത്യർ 3:5 ഞങ്ങളിൽ നിന്നു തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അതുകൊണ്ട് ഒരാത്മീയൻ, ദൈവാത്മാവ് നിറഞ്ഞ ഒരാത്മീയൻ ഒരിക്കലും ഏതെങ്കിലും പാപസ്വഭാവത്തെ അതിജീവിക്കുവാൻ അവന് കഴിഞ്ഞാൽ അവന് നിഗളം ബാധിക്കുകയില്ല, അവന് അഹങ്കാരം വരികയില്ല, ഞാനൊരു വിശുദ്ധനാണ് എന്ന ഒരു തലക്കനം ബാധിക്കുകയില്ല. കാരണം തൻ്റെ കഴിവുകൊണ്ടല്ല ചെയ്തത്, പരിശുദ്ധാത്മാവാണ് ആ ദുർഗുണങ്ങളെ, ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ മരിപ്പിക്കുവാൻ തന്നെ സഹായിച്ചത്. അതുകൊണ്ട് ആത്മാവിനാൽ നിറഞ്ഞ വ്യക്തികളെല്ലാം, ജഡത്തിൻ്റെ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവിനാൽ മരിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും താഴ്മയുള്ളവരാകും, വിനയമുള്ളവരാകും. ആത്മീയ അഹങ്കാരം അവരെ ബാധിക്കുകയില്ല. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. നിങ്ങളാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കേണ്ടത്. ആരുടെ സഹായത്താൽ? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ. അതുകൊണ്ട് എല്ലാം ദൈവം തന്നെ ചെയ്യട്ടെ, ഞാനൊന്നും ചെയ്യാതെ ഇവിടെ ഇരിക്കാം, അതല്ല ക്രിസ്തീയ ജീവിതം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നാം ആണ് മരിപ്പിക്കേണ്ടത്. നമുക്കും ഇവിടെ ഒരു റോളുണ്ട്. പരിശുദ്ധാത്മശക്തി ഉണ്ടല്ലോ, പരിശുദ്ധാത്മശക്തി തന്നെ എല്ലാം ചെയ്യട്ടെ, അങ്ങനെയല്ല. പരിശുദ്ധാത്മശക്തി ഉണ്ടെങ്കിലും ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കേണ്ടത് നമ്മളാണ്. അതൊരു കൊച്ചു ഉദാഹരണത്തിലൂടെ പറയാം. നമുക്കിവിടെ ഒരു ഡ്യൂട്ടി ഉണ്ട്. ഒരു കാർ ഓടിക്കണമെങ്കിൽ ഡ്രൈവർ മാത്രം പോരാ, പെട്രോളും കൂടി വേണം. വണ്ടിയിൽ പെട്രോൾ ഉണ്ടെന്ന കാരണത്താൽ കാർ ഓടുകയില്ല, ഡ്രൈവർ വേണം. ഈ പെട്രോൾ എന്നുള്ളത് പരിശുദ്ധാത്മാവിന് തുല്യം, ഡ്രൈവർ നമ്മൾ ഓരോരുത്തരുമാണ്. ഈ കാർ ഓടണമെങ്കിൽ 2 പേരുടെയും സഹകരണം ആവശ്യമാണ്. പെട്രോളും വേണം, അത് ഓടിക്കുവാൻ ഒരു ഡ്രൈവറും വേണം. ഇതുപോലെ തന്നെ ഒരു ഡ്രൈവർ വിചാരിക്കുകയാണ് എൻ്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ട്, കാർ തന്നെ അങ്ങ് ഓടുമെന്ന് പറഞ്ഞാൽ ഓടുകയില്ല. ഓടിക്കുവാനായി ഡ്രൈവർ സീറ്റിലിരുന്ന് എല്ലാ യന്ത്ര സംവിധാനങ്ങളെയും ശരിക്കും ആക്കി കൊടുക്കണം, എന്നാലേ വണ്ടി ഓടുകയുള്ളൂ. ഇതുപോലെ എനിക്ക് പരിശുദ്ധാത്മ നിറവുണ്ട്, നല്ല കാര്യം. എനിക്ക് ആത്മാവിന് ലഭിച്ചിരിക്കുന്നു, നല്ല കാര്യം. എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കേണ്ടത് ഞാൻ തന്നെയാണ്. കാറിലെ പെട്രോൾ ഒരുപക്ഷെ തീരും, പക്ഷേ പരിശുദ്ധാത്മശക്തി ഒരിക്കലും വിശ്വാസിയിൽ തീരുകയില്ല. കാരണം തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകും. ദൈവം അയച്ചവൻ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. എത്രമാത്രം നമുക്ക് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടോ അത്രമാത്രം പരിശുദ്ധാത്മശക്തിയും നമുക്ക് തരും. ഒന്നാമത് ആത്മാർത്ഥമായി ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ട എല്ലാ ആത്മാവിന് ശക്തിയും ദൈവം തരും. മാത്രമല്ല ഒരു ആത്മീയൻ ഈ പോരാട്ടത്തിൽ ഒരിക്കലും തോൽക്കുകയില്ല. പരിശുദ്ധാത്മ ശക്തി എന്നുള്ളത് ലോകത്തിലെ സകല ശക്തികളെക്കാൾ വലിയ ശക്തിയാണ്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. ഏറ്റവും വലിയ ശക്തി നമുക്ക് തന്നിട്ടാണ് നമ്മോട് പറയുന്നത്, ജഡത്തിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ മരിപ്പിക്കണം. അതുകൊണ്ട് നിഷ്പ്രയാസം മരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. കോപത്തിൻ്റെ അടിമയായി, സ്വാർത്ഥതയ്ക്ക് അടിമയായി
ജഡത്തിൻ്റെ മറ്റു പ്രവൃത്തികൾക്ക് അടിമയായി ആർക്കും ജീവിക്കേണ്ട കാര്യമില്ല. ആരും ജഡത്തിന് കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം ജഡത്തെ തോൽപ്പിക്കുവാൻ അത്യന്ത ശക്തിയായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. ഇനിയും സമൃദ്ധമായിട്ട് അത് ലഭിക്കും. പരിശുദ്ധാത്മശക്തി ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യാൻ കഴിയുമെന്നാണ് അപ്പസ്തോലനായ പൗലോസ് പറയുന്നത്. ഇത് നമുക്ക് പറയാൻ സാധിക്കും. പരിശുദ്ധാത്മ ശക്തിയാൽ എന്നെ വെല്ലുവിളിക്കുന്ന എല്ലാ ജഡത്തിൻ്റെ ഗോലിയാത്തുമാരെയും എനിക്ക് തോൽപ്പിക്കാൻ കഴിയും. എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. ആ ശക്തനാക്കുന്നവനിൽ ഞാൻ ആശ്രയിച്ചാൽ ജഡത്തിൻ്റെ സകല പ്രവൃത്തികളെ എനിക്ക് മരിപ്പിക്കാനായി സാധിക്കും. 1 യോഹന്നാൻ 4:4 കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അതിനാൽ ജഡത്തെ പേടിച്ച് പിന്നോക്കം പോകേണ്ട കാര്യമില്ല. കർത്താവാണ് നമ്മൾ ഈ ദൗത്യത്തിന് സഹായിക്കുന്നത്. യെശയ്യാ 41:10 നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ കർത്താവിൻ്റെ സഹായം കൂടാതെ ജഡത്തിൻ്റെ ഒരു ചെറിയ പ്രവൃത്തിയെപ്പോലും മരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഞാൻ നിന്നെ ശക്തീകരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ജഡത്തിൻ്റെ പ്രവൃത്തി നമ്മെ അലട്ടുന്നുവെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് ആ ജഡത്തിൻ്റെ പ്രവൃത്തിയെ കീഴടക്കുവാൻ സാധിക്കും. അത് എത്ര വർഷം പഴക്കമുള്ളതായാലും ശരി, എന്നെ ശക്തനാക്കുന്നവൻ നിമിത്തം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിമിത്തം ആ ജഡത്തിൻ്റെ ദുസ്വഭാവത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. നോക്കൂ, ഈ പരിശുദ്ധാത്മ ശക്തിയില്ലാതെ ഒരടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ആത്മാവിന് ശക്തിയില്ലാതെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ ശ്രമിച്ചാൽ നാം കുഴഞ്ഞു പോകും. വലിയ കുന്നിൻ മുകളിലേക്ക് ഒരു കാർ ഉന്തി എത്തിക്കുകയാണെങ്കിൽ എത്രയാ ബുദ്ധിമുട്ട്. ഒരു കുന്നിൻ മുകളിലേക്ക് കാർ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ ഈസിയാണ്. കാറിനകത്തിരിക്കുക, ഡ്രൈവ് ചെയ്യുക, കാർ എത്തിക്കോളും. പക്ഷേ കാറിൻ്റെ ബാക്കിൽ നമ്മൾ തള്ളി ഈ കാറിനെ അങ്ങ് കുന്നിൻ മുകളിലേക്ക് കയറ്റുവാൻ പരിശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ കുഴയും, കാർ എത്തുകയില്ല. ഇനി അഥവാ ഈ കാർ അല്പം ഒന്ന് മുന്നോട്ട് പോയാലും നമ്മുടെ കൈ തളർന്നാൽ കാറ് നേരെ നമ്മൾ ഇടിച്ചു വീഴ്ത്തും. ഇതാണ് ദൈവാത്മാവിൻ്റെ ശക്തിയെ കൂടാതെ, പരിശുദ്ധാത്മ ശക്തി കൂടാതെ ജഡത്തെ കീഴടക്കുവാനായിട്ട് ശ്രമിച്ചാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. ഉദാഹരണം പറയാം. ഭാര്യ ഭയങ്കരമായിട്ട് കലഹിക്കുകയാണ്. ഭർത്താവിന് പരിശുദ്ധാത്മ ശക്തിയൊന്നുമില്ല. ഭർത്താവ് തൻ്റെ വായുടെ ശക്തി കൊണ്ട് ഭാര്യയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഉടനെ തന്നെ ഇതാ ആ കാറ് പിന്നിലേക്ക് വന്ന് ഇടിക്കുകയാണ്, ഭർത്താവിനെ ഇടിക്കുകയാണ്. ഏതൊക്കെയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ? ഗലാത്യ 5:19-21 വരെയുള്ള വാക്യങ്ങൾ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും മുൻകൂട്ടി പറയുന്നു. ജഡം എപ്പോഴും ദൈവത്തോട് ശത്രുതയിലാണ്. ദൈവത്തിൻ്റെ ശത്രുവെ നമ്മുടെ മിത്രമാക്കേണ്ട കാര്യമുണ്ടോ? ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം. ജഡം പലപ്പോഴും പറയും നമ്മെ വഞ്ചിക്കുവാൻ, ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, പിന്നെ നിനക്ക് ചെയ്താൽ എന്താണ്? ജീവിതം എന്നുള്ളത് ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിവിശുദ്ധമായ ജീവിതമൊന്നും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് അല്പ അഡ്ജസ്റ്റ്മെൻറ്റ്, ലോകത്തോട് സ്വല്പം അനുരൂപമായിക്കൊള്ളൂ. ഇങ്ങനെ പറഞ്ഞ് ജഡം വഞ്ചിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ആ വഞ്ചനയിൽ പെടരുത്. ജഡം പല രീതിയിൽ നമ്മെ കൊടുക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ജഡം എന്നെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യം ഇപ്പോൾ പറയുന്നത്. ഈ പറയുന്ന ജഡത്തെ ഞാൻ അനുസരിക്കുകയല്ല വേണ്ടത്, പരിശുദ്ധാത്മാവിന് ശക്തിയാൽ അതിനെ കൊല്ലണം. വീട്ടിൽ ഭയങ്കര പ്രകോപനപരമായൊരവസ്ഥ, ചർച്ചിലും ഒരുപക്ഷെ പ്രകോപനപരമായ അവസ്ഥ. ജഡം പറയും നീ മൗനം പാലിക്കരുത്, നിനക്ക് വായിൽ നാവില്ലേ, 2 വാക്ക് പറഞ്ഞ് ഇപ്പോൾ കാര്യം ശാന്തമാക്കണം. നോക്കൂ, ദൈവാത്മാവിൻ്റെ പ്രേരണയില്ലാതെ നാം പറയുന്ന എല്ലാ വാക്കുകളും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാം വലിയ പ്രതിസന്ധി മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. പ്രശ്നം കുറയുകയല്ല, അത് ആളിക്കത്തും.
അതുകൊണ്ടാണ് പറയുന്നത്, ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിവുണ്ട് എന്ന കാരണത്താൽ പറയരുത്, നിഗളിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ആ കാര്യത്തിൽ ഇടപെടുവാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ അത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വായടയ്ക്കും. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നമുക്കൊരു ദൗത്യമുണ്ട്. റോമാലേഖനം 8:1 പറയുന്നു, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. നാം ഇപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ നിയന്ത്രിക്കപ്പെട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താണ് ആ ദൗത്യം? ജഡത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവിൻ്റെ സഹായത്താൽ മരിപ്പിച്ചു കൊണ്ടിരിക്കുക. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, വല്ലപ്പോഴുമല്ല, നിരന്തരമായി ജഡത്തെ കൊല്ലുക എന്നുള്ളത് നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ തന്നെയാണ് മരിപ്പിക്കേണ്ടത്. അതിനായിട്ട് നിങ്ങൾക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഡ്യൂട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. കർത്താവായ യേശു ക്രിസ്തു ജഡത്തെ കർക്കശമായി കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഏത് അവയവമാണോ പാപം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് ആ അവയവം കട്ട് ചെയ്ത് കളയണം. ക്യാൻസർ ബാധിച്ച ഒരു അവയവം ശരീരത്തിൽ വെക്കരുത്, കാരണം ശരീരം മൊത്തം നശിക്കും. മത്തായി 18:8-9 വരെ, നിന്റെ കൈയോ കാലോ നിനക്കിടർച്ച ആയാൽ അതിനെ വെട്ടിയെറിഞ്ഞു കളയുക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച ആയാൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നല്ലത്. ഒറ്റക്കണ്ണനായാലും എവിടെ എത്തിയാൽ മതി? സ്വർഗത്തിലെത്തിയാൽ മതി. ഈ ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ പിശാച് ഒരു വ്യക്തിയുടെ കണ്ണ് കടിച്ച് വലിച്ചു തുറക്കുന്നത് കാണാം. ഇൻ്റർനെറ്റിലൂടെ, ടി വിയിലൂടെ മ്ലേച്ഛകരമായ കാര്യങ്ങൾ കാണുമ്പോൾ ഒരു ജഡികനെ സംബന്ധിച്ച് അവൻ്റെ കണ്ണ് നിയന്ത്രിക്കുന്നത് ഈ കുട്ടി പിശാചാണ്. ഇനി ഒരുപക്ഷെ ഈ ഇൻ്റർനെറ്റിലെ അല്ലെങ്കിൽ ടി വിയിലെ സിനിമയിലെ മോശമായ കാര്യങ്ങൾ കണ്ട് തലവേദന വരാം, കണ്ണിന് വേദന വരാം. അപ്പോഴും പിശാച് പറയും, നീ എന്തിനാണ് കണ്ണടച്ച് ഉറങ്ങാൻ പോകുന്നത്? പാടില്ല, നിന്റെ കണ്ണ് ഞാൻ വീണ്ടും വലിച്ചു പിടിച്ച് തുറക്കുകയാണ്, നീ കണ്ടോ കണ്ടോ കണ്ടോ. കാരണം പിശാചിന് അങ്ങനെ ഒരു ദൗത്യമുണ്ട്. മദ്യപിക്കുന്നവരെ സംബന്ധിച്ച് ഒരുപക്ഷെ മദ്യപിച്ച് കുഴഞ്ഞു പോകും. പിശാച് പറയും, നീ നിർത്തല്ലേ, ഇനിയും വേറെ ബാറിൽ പോയി നീ കുടിക്കണം. കാരണം അവരെ നിർബന്ധിക്കുകയാണ്. ഇതുപോലെ ഒരുവന് വേണ്ടാത്ത കാര്യങ്ങൾ കണ്ട് ക്ഷീണം വന്നാലും പിശാച് നിർബന്ധമായിട്ട് അവൻ്റെ കണ്ണിനെ ഈ രീതിയിൽ വലിച്ചു പിടിച്ച് തുറക്കും. 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. പ്രിയമുള്ളവരെ, പാപത്തോട് ഒരു മൃദുവായ സമീപനം പാടില്ല. ജഡത്തോട് യുദ്ധം പ്രഖ്യാപിക്കണം.
പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നമ്മുടെ ഈ ഭൂമിയിലെ ശരീരം 70 വർഷം 80 വർഷം, ഈ അല്പകാലത്തേക്ക് മാത്രമുള്ള ഈ ശരീരത്തിൻ്റെ ദുർവാസനകൾ അതനുസരിച്ചാൽ നിത്യമായ ദണ്ഡനത്തിലേക്കാണ് പോവുക. എന്നാൽ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നാം പരിശുദ്ധാത്മശക്തിയാൽ കീഴ്പ്പെടുത്തിയാലോ നിത്യജീവനിലേക്കാണ് പ്രവേശിക്കുക. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ മറ്റൊരു വഴിയില്ല. പാപത്തിലേക്ക് നയിക്കുന്ന കണ്ണിനോട് യുദ്ധം പ്രഖ്യാപിക്കുക, പാപത്തിലേക്ക് നയിക്കുന്ന ശരീരത്തിലെ എല്ലാ അവയവങ്ങളോടും ഒരു യുദ്ധം പ്രഖ്യാപിക്കുക, പാപത്തിലേക്ക് നയിക്കുന്ന അധരത്തോട് സംസാരത്തോട് ഒരു യുദ്ധം പ്രഖ്യാപിക്കുക, പാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ വ്യക്തിബന്ധങ്ങളിൽ നിന്നും അകന്നിരുന്ന് യുദ്ധം പ്രഖ്യാപിക്കുക. എങ്കിലേ ജീവൻ പ്രാപിക്കാൻ സാധിക്കൂ. അതാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രമാണം. ഇനി നമ്മളിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു യുദ്ധക്കളത്തിൽ എന്തൊക്കെ കാണാം? നമ്മൾ പറഞ്ഞല്ലോ, മരിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ഒരു യുദ്ധക്കളത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പേരുടെ ശവങ്ങൾ കാണാം. ഇതുപോലെ നമ്മളും ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ആർക്കെതിരായിട്ട്? വ്യക്തികൾക്കെതിരായിട്ടല്ല, നമ്മുടെ തന്നെ ജഡത്തിനെതിരായിട്ടുള്ളൊരു യുദ്ധമാണിത്. നമ്മുടെ ജഡത്തിലുള്ള സ്വാർത്ഥതയോട് നാം യുദ്ധം പ്രഖ്യാപിച്ച് ആത്മാവിന് ശക്തിയാൽ അതിനെ കൊല്ലുമ്പോൾ ഇതാ നമ്മുടെ ചുറ്റും ശവങ്ങൾ കിടക്കുകയാണ്. സ്വാർത്ഥതയുടെ ജഡം, കോപമെന്ന ആ ദുർഗുണത്തിൻ്റെ ഡെഡ് ബോഡി. ഇങ്ങനെ വാസ്തവത്തിൽ ഒരു ആത്മീയന് ചുറ്റും ഒത്തിരി ഡെഡ് ബോഡികൾ കിടക്കണം. ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു. അതിനെല്ലാം ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ കൊല്ലുകയാണെങ്കിൽ നാം നിൽക്കുന്ന ഈ യുദ്ധക്കളത്തിൽ നിറയെ എന്തായിരിക്കും? ശവങ്ങളായിരിക്കും കാണുക. ഒന്ന് ചിന്തിക്കുക, നാം എത്രത്തോളം ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചിട്ടുണ്ട്? എത്രത്തോളം ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ചുറ്റും ശവങ്ങളായി കുന്നുകൂടി കിടക്കുന്നുണ്ട്? അതോ ഇവയൊന്നും മരിപ്പിക്കാതെ ഇപ്പോഴവ സജീവമായിട്ട് നിൽക്കുകയാണോ? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഒരു ദിവസത്തെ കാര്യമല്ല, ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റാകും. പണ്ട് നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ അനുസരിച്ചു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, അത് നമ്മുടെ ജീവിത ശൈലിയായിരുന്നു. അതൊരു ഹാബിറ്റാണ് ആയിരുന്നു പണ്ട്. എന്നാൽ ഇപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു, പുതിയ സൃഷ്ടിയായി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ്. ഇപ്പോൾ നമുക്കൊരു ജീവിത ശൈലിയുണ്ട്. അതേതാണ്? ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. അതൊരു ജീവിത ശൈലിയാണ്. വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല, അത് നിരന്തരമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ജീവിക്കും. ആ ജീവിതമാണ് ഏറ്റവും സന്തോഷവും സമാധാനവും ശാന്തിയും സമൃദ്ധമായ ജീവനും നമുക്ക് തരുന്ന ഒരു ക്രിസ്തീയ ജീവിതം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ജീവിക്കും. അതിന് 2 അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ ജീവിക്കും എന്ന് പറഞ്ഞാൽ, ഒന്ന്, നാം ഈ ഭൂമിയിൽ ജഡത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും മരിപ്പിച്ച് മുന്നേറിയാൽ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. നിത്യജീവനിൽ നമ്മൾ ഒരു നാളിലെത്തും. 2, ഇപ്പോൾ നാം ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ സമൃദ്ധമായ ജീവിതം. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. ആ സമൃദ്ധമായ ജീവിതം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അനേകരും ശുഷ്കിച്ചൊരു ക്രിസ്തീയ ജീവിതം, സന്തോഷമില്ലാത്ത, പ്രത്യാശയില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൻ്റെ കാരണം ആരാധനയ്ക്ക് പോകാൻ താല്പര്യമില്ല, സുവിശേഷ വേലയ്ക്ക് താല്പര്യമില്ല. അതിൻ്റെ കാരണം ഏതെങ്കിലും ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഇപ്പോഴും മരിപ്പിക്കാതെ സജീവമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ഒരുവനിൽ മാത്രമേ സമൃദ്ധമായ ജീവൻ ഉണ്ടാവുകയുള്ളൂ. ആ വ്യക്തികളെ കണ്ടാലറിയാം, അവരുടെ പ്രവൃത്തികളെ കണ്ടാലറിയാം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത മരണം,
ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഒരു വിശ്വാസിക്ക് എപ്പോഴും ഈ സമൃദ്ധമായ ജീവനിൽ സമാധാനത്തിൽ വസിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. വിശ്വാസിക്ക് തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ട്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു വിശ്വാസി എപ്പോഴെങ്കിലും ജഡത്തെ അനുസരിച്ചാൽ ഉടനെ തന്നെ അവന് ആന്തരികമായ അസ്വസ്ഥത, ഒരു വിശ്വാസി നുണ പറഞ്ഞാൽ, വേണ്ടാത്ത എന്തെങ്കിലും കാര്യം ചെയ്താൽ, ജഡത്തിൻ്റെ പക്ഷം ചേർന്നാൽ അവൻ്റെ സമൃദ്ധമായ ജീവൻ, ആത്മീയ ചൈതന്യം അപ്പോൾ നഷ്ടപ്പെടുകയാണ്, അവൻ്റെ സ്വസ്ഥത പോവുകയാണ്. നമുക്കെപ്പോഴും ഈ സമൃദ്ധമായ ജീവൻ, ആ ചൈതന്യം നഷ്ടപ്പെടുമ്പോൾ, സമാധാനമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മെ തന്നെ ചെക്ക് ചെയ്യുക. ഞാൻ ഏതെങ്കിലും രീതിയിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ? ഈ അസ്വസ്ഥത എന്തുകൊണ്ടാണ് എന്നെ പിടിമുറുക്കുന്നത്? നാം എപ്പോഴും ദൈവാത്മാവിനെ അനുസരിച്ചാൽ മാത്രമേ ജീവനും സമാധാനവും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കൂ. നമ്മൾ ഏതെങ്കിലും രീതിയിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് തിരിയുമ്പോൾ അത് പാടില്ല. അഥവാ തിരിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വേദനിക്കും. പരിശുദ്ധാത്മാവ് വേദനിക്കുമ്പോൾ നമുക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് എപ്പോഴും നാം ജഡത്തോട് യുദ്ധം പ്രഖ്യാപിക്കുക, ജഡത്തെ കീഴടക്കുക, ആത്മാവിനനുസരിക്കുക. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഞാൻ വീണ്ടും ജനിച്ചവനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ചിലർ അവകാശപ്പെടും. എന്നിട്ട് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവരുടെ അവസ്ഥ എന്താ? നീ ജീവിച്ചിരിക്കുന്നുവെങ്കിലും നീ ആരാണ്? ചത്തവനാണ്. വെളിപാട് 3-ാം അധ്യായത്തിൽ ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഇത് ദൈവസഭയ്ക്ക് നൽകുന്ന ദൂതാണ്. ദൈവസഭയിലെ വിശ്വാസികളുടെ അവസ്ഥ, യഥാർത്ഥ അവസ്ഥ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് വേണ്ട പോലെ ജഡത്തെ മരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ നീതിമാന്മാരല്ല. പലപ്പോഴും ജഡം നമ്മളെ കബളിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയെങ്കിലും ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ജഡത്തിൻ്റെ ഒരു കൊച്ചു പ്രവണതയ്ക്ക് പോലും യെസ് പറയാതെ നിരന്തരമായി അവനോട് എതിർത്ത് നിൽക്കുക. അങ്ങനെ വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുക. നമുക്ക് സംഭവിച്ച തെറ്റുകൾ കർത്താവിനോട് ഏറ്റുപറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണ് എങ്കിലും ചിലപ്പോഴൊക്കെ എൻ്റെ സൂക്ഷ്മത ഇല്ലായ്മ മൂലം ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. പലപ്പോഴും ജഡത്തെ ജഡമായി തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനാൽ ഭോഷത്വം വന്നു പോയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. അങ്ങയോട് ഏറ്റുപറഞ്ഞാൽ സകല തെറ്റുകളും അങ്ങ് ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ കർത്താവായ യേശുവേ, എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. വീണ്ടും പാപത്തിൻ്റെയും ജഡത്തിൻ്റെയും കെണിയിൽ വീഴാതെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജഡത്തെ കീഴ്പ്പെടുത്തി ജീവിക്കുവാൻ എനിക്ക് ശക്തി നൽകുമാറാകണമേ, ഒരുക്കം നൽകുമാറാകണമേ. ജഡത്തിനെതിരെ ജാഗ്രതയോടെ യുദ്ധം ചെയ്യുവാൻ എന്നെ ഉണർത്തണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. റോമാലേഖനം 8:13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ജഡത്തിൻ്റെ ഏതാനും ചില പ്രവൃത്തികൾ മരിപ്പിക്കാനല്ല, മറിച്ച് ജഡത്തിൻ്റെ സകല പ്രവൃത്തികളെയും മരിപ്പിക്കുവാനാണ് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന. ഏതെങ്കിലും ജഡത്തിൻ്റെ പ്രവൃത്തികൾ ജീവനോട് വയ്ക്കുവാൻ പാടില്ല. അതിന് നല്ലൊരു ഉദാഹരണം പഴയ നിയമത്തിലുണ്ട്. ഇസ്രായേൽ മക്കൾക്ക്
നിരന്തരമായ അമാലേക്കർ ശല്യമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു മരുഭൂമിയിലെത്തി. അധികം വൈകാതെ തന്നെ ഇസ്രായേലിൻ്റെ ശത്രുക്കളായ അമാലേക്കർ രഫീദീമിൽ വെച്ച് ഇസ്രായേൽ ജനം വഴി നടന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ അവരെ ആക്രമിക്കാനായിട്ട് വന്നു. അവർക്ക് വലിയ പ്രശ്നമുണ്ടാക്കി. യഹോവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ അമാലേക്കർ ഇസ്രായേൽ ജനത്തിൻ്റെ പരിസരത്ത് താമസിക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ ജനത്തിന് പ്രശ്നമുണ്ടാകും. ഈ അമാലേക്കർ എന്നുള്ളത് പുതിയ നിയമവിശ്വാസികളായ നമ്മുടെ ജഡത്തിന് സാദൃശ്യമാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, അമാലേക്കരുടെ ഓർമ്മ ആകാശത്തു നിന്ന് നീക്കിക്കളയണം. ആര് നീക്കിക്കളയണം? ഇസ്രായേൽ ജനം നീക്കിക്കളയണം. അവരോട് ഒരു രീതിയിൽ രമ്യത പാടില്ല. അവരിലുള്ള എല്ലാവരെയും കൊല്ലണം. കാരണം അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇസ്രായേലിൽ ഒന്നാമത്തെ രാജാവ് ശൗലിനോട് ദൈവം പറഞ്ഞു, അമാലേക്കരെ നിഗ്രഹിക്കണം. പുരുഷന്മാരാകട്ടെ, സ്ത്രീകളാകട്ടെ, കുട്ടികളാകട്ടെ, കാളയോ കഴുതയോ എല്ലാ കന്നുകാലികളെയും കൊല്ലണം. ഒന്നും ശേഷിപ്പിക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ ഈ അമാലേക്കരെ ഉന്മൂലനാശം ചെയ്താൽ ഭാവിയിൽ ഇസ്രായേൽ ജനത്തിന് അമാലേക്കരെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. പക്ഷേ ഈ ശൗലാകട്ടെ ദൈവത്തെ ഭാഗികമായി അനുസരിക്കുന്നവനായിരുന്നു. അമാലേക്കരെയും അവർക്കുള്ള സകലത്തെയും നശിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഈ ശൗലും ജനവും അവർക്ക് താല്പര്യമുള്ള ചിലതിനെ കൊന്നില്ല. അമാലേക്കരുടെ രാജാവ് ആഗാഗിനെ കൊന്നില്ല. മാത്രമല്ല നല്ല കാളകളെയും മറ്റു മൃഗങ്ങളെയും കൊല്ലാതെ ശേഷിപ്പിച്ചു. നിസ്സാരമായവയെ മാത്രം നശിപ്പിച്ചു. ഇത് ദൈവത്തിന് മഹാ അനിഷ്ടമായി. ദൈവത്തിൻ്റെ കൽപ്പന ശൗൽ ലംഘിച്ചു. നോക്കൂ, ഭാഗികമായി അവൻ അനുസരിച്ചുവെങ്കിലും ചിലതിനെ ജീവനോടെ വെച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം ശൗലിൻ്റെ നേരെ തിരിഞ്ഞു. ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ രാജസ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുകയാണ്. അവൻ ഏകദേശം 75% അനുസരിച്ചു, പക്ഷേ 25% ചെയ്തില്ല. പ്രിയമുള്ളവരെ, നമ്മളും ജഡത്തിൻ്റെ പ്രവൃത്തികൾ 75% മരിപ്പിച്ചാൽ ദൈവം നമ്മളിൽ പ്രസാദിക്കുകയില്ല. ഇനി 99% മരിപ്പിച്ചാലും പറ്റില്ല. ഒന്നും നമുക്കായി വെച്ചേക്കാൻ പാടില്ല. 100% നശിപ്പിക്കണം. കാരണം ഇത് നമുക്ക് ഏറ്റവും വലിയ ദ്രോഹം വരുത്തും. അമാലേക്കരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് 1 ഇഞ്ച് സ്ഥലം കൊടുത്താൽ അവർ 1 മൈൽ ദൂരം കവർന്നെടുക്കും. പിന്നീട് ഈ അമാലേക്കരെ മുഴുവൻ സംഹരിക്കാത്തത് കൊണ്ട് ദാവീദിൻ്റെ കാലത്ത് വീണ്ടും അമാലേക്കർ വന്ന് ആക്രമിച്ചു. ദാവീദിൻ്റെ കുടുംബാംഗങ്ങളിൽ ചിലരെ പോലും ഈ അമാലേക്കർ തടവിലാക്കി കൊണ്ടുപോയി. അതിൻ്റെ കാരണം എന്താണ്? അന്ന് ഈ ശൗലിനോട് അവരെ ഉന്മൂലനാശം ചെയ്യാൻ പറഞ്ഞപ്പോൾ ചിലരെ ജീവനോടെ തന്നെ വെച്ചു. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് ജഡത്തിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ കൊല്ലണമെന്ന് പറയുമ്പോൾ 75% ഞങ്ങൾ കൊല്ലാം, 25% അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയാൻ പാടില്ല. ശൗൽ ചെയ്ത തെറ്റ് ദൈവം എന്തുകൊണ്ട് ക്ഷമിച്ചില്ല? ശൗൽ സാധാരണ ഒരു വ്യക്തിയല്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അഭിഷിക്തൻ, ഒന്നാമത്തെ രാജാവാണ്. അവൻ ഒരു പാപം ചെയ്താൽ അത് വലിയ ഗൗരവമാണ്. നാം ശൗലിനേക്കാളും വലിയ പദവി അനുഭവിക്കുന്നവരാണ്. നമ്മൾ ആരാണിപ്പോൾ? രാജകീയ പുരോഹിതരാണ്, വിശുദ്ധ വംശമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ്. അങ്ങനെയുള്ള നമ്മോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നാം ശൗൽ ചെയ്തതുപോലെ പകുതി മരിപ്പിക്കുകയും പകുതി മരിപ്പിക്കാതെ വെക്കുകയും ചെയ്താൽ ദൈവത്തിന് നമ്മളിൽ എങ്ങനെ പ്രസാദിക്കാൻ സാധിക്കും? 1 ശമൂവേൽ 15:1-3 വരെ. അനന്തരം ശമൂവേൽ ഇപ്രകാരം ശൗലിനോട് പറഞ്ഞു, യഹോവ നിന്നെ തൻ്റെ ജനമായ ഇസ്രായേലിനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കളയുക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവരെയും സംഹരിച്ചു കളക.
ദൈവം ക്രൂരനായിട്ടല്ല. ഇസ്രായേൽ മക്കളുടെ ഭദ്രതയ്ക്ക് അമാലേക്കർ സമീപത്ത് പാടില്ല. ഇതുപോലെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കുവാൻ ദൈവം നമ്മോട് പറയുന്നത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അമാലേക്കരെ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് നീക്കിക്കളയണം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആവർത്തനം 25:19 അവസാന ഭാഗം, നീ അമാലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. ഇത് മറന്നു പോകരുത്. ഇസ്രായേൽ ജനത്തിന് മൊത്തമായി കൊടുക്കുന്ന കൽപ്പനയാണ്. അതനുസരിച്ചേ പറ്റൂ. ഇസ്രായേൽ ജനത്തിന് മേലൊരു ഡ്യൂട്ടി അന്നുണ്ടായിരുന്നു. ഒരു അമാലേക്കിനെ കണ്ടാൽ അവനോട് രമ്യതയല്ല, അവനെ നശിപ്പിക്കുകയാണ് വേണമെന്നൊരു ചിന്ത ഇവർക്ക് വരും. ഇതുപോലെ ഒരു ജഡത്തിൻ്റെ പ്രവൃത്തി എഴുന്നേറ്റ് വന്നാൽ നമ്മുടെ ചിന്ത എന്തായിരിക്കണം? ഇതിനെ ജീവിക്കാൻ അനുവദിക്കരുത്. പുതിയ നിയമവിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് ഒരു മനുഷ്യനോടും പോരാട്ടമില്ല. പഴയ നിയമത്തിലാണ് അമാലേക്കരോടുള്ള പോരാട്ടം. ഇന്ന് നമുക്കുള്ള പോരാട്ടമൊക്കെ ജഡത്തോടാണ്, പിശാചിനോടാണ്, ലോകത്തോടാണ്. അതിൽ നാം ജയിക്കും. അതിനാണ് പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിൽ അക്ഷരിക ശത്രുക്കളോട് ഇസ്രായേൽ മക്കൾ എതിരിട്ടു. എപ്പോഴെല്ലാം അവർ ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ചട്ടങ്ങൾ അനുസരിച്ചു, അപ്പോഴൊക്കെ ശത്രുക്കളെ കീഴടക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സാധിക്കില്ല. ഇതുപോലെ നാം ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ എപ്പോഴും നമുക്ക് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റൊരു വേദഭാഗം 1 ശമൂവേൽ 15:17. ദൈവ അമാലേക്കരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ശൗൽ ഭാഗികമായി മാത്രമേ നശിപ്പിച്ചുള്ളൂ. വേദഭാഗം വായിക്കാം. 1 ശമൂവേൽ 15:17 മുതൽ. പിന്നെ ശൗൽ ഹവീല മുതൽ മിസ്രൈമിന് കിഴക്കുള്ള ശൂർ വരെ അമാലേക്കരെ സംഹരിച്ചു. അമാലേക്കരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു. ജനങ്ങളെ ഒക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമ മായവയെ ഒക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയെ ഒക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. കണ്ടോ, ദൈവം എന്താ പറഞ്ഞത്? എല്ലാറ്റിനെയും ഉന്മൂലനാശം വരുത്തണം. പക്ഷേ ഇവർ ചെയ്തത്, ശൗലും കൂട്ടരും, നിസ്സാരമായതിനെയൊക്കെ അവർ വിചാരിച്ചു ഇത്രയും നല്ല കാളയെ, തടിച്ച മൃഗത്തെയൊക്കെ എന്തിനാ കൊല്ലുന്നത്, കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിച്ചൂടെ. പക്ഷേ അത് ദൈവത്തിന് ഏറ്റവും ക്രോധമായി. അതുകൊണ്ട് എന്താ ചെയ്തത്? ശൗൽ ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് അവനെ നീക്കി. 1 ശമൂവേൽ 15:23 മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അന്ന് ശൗൽ പൂർണ്ണമായിട്ടും ഈ അമാലേക്കരെ നശിപ്പിക്കാതിരുന്നത് കൊണ്ട് പിൽക്കാലത്ത് വീണ്ടും പ്രശ്നമുണ്ടായി. ദാവീദിൻ്റെ കാലത്ത് സിക്ലാഗ് കീഴടക്കി. ദാവീദിൻ്റെ കുടുംബാംഗങ്ങളിൽ ചിലരെ പോലും അമാലേക്കർ തടവിലാക്കി. 1 ശമൂവേൽ 30:1-2 വരെ. ദാവീദും അവൻ്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരും ആയ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ പഴയ നിയമത്തിലെ സംഭവങ്ങളൊക്കെ നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ജഡത്തിൻ്റെ പ്രവൃത്തി വളരെ നിസ്സാരമാണ് നമുക്ക് തോന്നാം. ആദത്തിന് ഹവയ്ക്കും പറുദീസ നഷ്ടപ്പെടുവാൻ അവർ വലിയ പാപമൊന്നും ചെയ്തില്ല. ഒരു ചെറിയ പഴമൊന്ന് തിന്നു. അതിൻ്റെ പേരിലാണ് ഇത്ര മനോഹരമായ പറുദീസ നഷ്ടപ്പെട്ടത്. ഒരു ചെറിയൊരു പാപം. പ്രിയമുള്ളവർ, അതുകൊണ്ട് ചെറിയ പാപമാണെന്ന് കരുതി, ചെറിയൊരു ജഡത്തിൻ്റെ പ്രവൃത്തിയാണല്ലോ എന്ന് കരുതി അതിനെ അവിടെ തന്നെ വെച്ചേക്കാൻ പാടില്ല. മോഹങ്ങൾ ജനിക്കും വിധം ജഡത്തിനായി ചിന്തിക്കരുത്. ഒരു ജഡത്തിൻ്റെ പ്രവൃത്തി ഒരു കുഞ്ഞായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ഗർഭഛിദ്രം ചെയ്യണം. എന്ന് വെച്ചാൽ മുളയിലെ തന്നെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നുള്ളിക്കളയണം. 1 പത്രോസ് 2:11. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. ആ വാക്യം ഒന്നുകൂടി വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന്, ശാരീരിക പ്രവണത എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്.
ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന്, ശാരീരിക പ്രവണത എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. 1 കൊരിന്ത്യർ 6:18 ദുർനടപ്പ് വിട്ട് ഓടുവിൻ. ഒരു രീതിയിലും ജഡത്തിൻ്റെ പ്രവൃത്തികളോട് അനുരഞ്ജനമില്ല. നമുക്കറിയാം, കായികാഭ്യാസികൾ സമ്മാനം കിട്ടാൻ വേണ്ടി ശരീരത്തെ എത്ര കർക്കശമായി അച്ചടക്കത്തിന് വിധേയമാക്കുന്നു. മത്സരങ്ങളിൽ ജയിക്കണമെങ്കിൽ ശരീരത്തെ കർക്കശമായി അച്ചടക്കത്തിന് വിധേയമാക്കണം. എന്നിട്ട് അവർക്ക് കിട്ടുന്നതോ താൽക്കാലികമായൊരു കിരീടം, ഈ ഭൗമിക പ്രതിഫലമാണ്. എന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ്? സ്വർഗീയ പ്രതിഫലമാണ്. ഭൂമിയിലെ ഒരു ചെറിയ പ്രതിഫലം കിട്ടാൻ വേണ്ടി കായികാഭ്യാസികൾ അവരുടെ ശരീരത്തെ ഇത്രമാത്രം കഠിനമായ കർശനത്തിന് വിധേയമാക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ നിത്യമായ പ്രതിഫലം ലഭിക്കാൻ പോകുന്ന, വാടാത്ത കിരീടങ്ങൾ ചൂടാൻ പോകുന്ന നാം നമ്മുടെ ശരീരത്തെ ഏത് രീതിയിൽ കർക്കശമായി അതിനോട് ഇടപെടണം, ജഡത്തിൻ്റെ പ്രവൃത്തികളോട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ചടിമയാക്കുകയാണ്. പൗലോസിനും ഒരു ജഡമുണ്ട്, നമുക്കുള്ള അതേ ജഡം. പൗലോസിനും പരിശുദ്ധാത്മാവുണ്ട്, നമുക്ക് ലഭിച്ച അതേ പരിശുദ്ധാത്മാവ്. നമ്മളും ഇതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കേണ്ടത്. 1 കൊരിന്ത്യർ 9:25 അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. 1 കൊരിന്ത്യർ 9:27 മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ഒരു കാര്യം ഓർക്കുക, ആത്മാവിനാൽ മാത്രമേ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ സാധിക്കൂ. ബൈബിളിൽ കാണാത്ത പാരമ്പര്യ ഭക്തിമാർഗങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ അവയ്ക്കൊന്നിനും തന്നെ നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ ശേഷിയുണ്ടായിരിക്കുകയില്ല. ക്രിസ്തു കൽപ്പിക്കാത്തതും അപ്പസ്തോലന്മാർ കൽപ്പിക്കാത്തതുമായ ആചാരങ്ങൾ, ജപങ്ങൾ, ജപമാലകൾ, പാപപരിഹാര ബലികൾ, ഇവ നാം എത്രമാത്രം ആവർത്തിച്ച് ചൊല്ലിയാലും അതിൽ ഭക്തിയോടെ പങ്കെടുത്താലും ജഡത്തിൻ്റെ ഒരു കൊച്ചു സന്തതിയെപ്പോലും നിഗ്രഹിക്കുവാൻ ഇത്തരത്തിലുള്ള പാരമ്പര്യങ്ങൾക്ക് ശക്തിയില്ല. പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് മരിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഗലാത്യ 5:16 ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഗലാത്യ 5:16 ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. റോമ 8:13 നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദവാക്യം വീണ്ടും വായിക്കുന്നു. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ചിലർ കരുതുന്നത് കുറേ ഉപവസിച്ചാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ അങ്ങ് മരിപ്പിക്കാം എന്നാണ്. അത് നല്ല കാര്യമാണ് ഉപവാസം. പക്ഷേ ആത്മാവിനെ അനുസരിച്ചാൽ മാത്രമേ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കാൻ കഴിയും. കാരണം ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ ഏറ്റവും ശക്തമായ പരിശുദ്ധാത്മാവ് തന്നെ വേണം. 365 ദിവസം ഉപവസിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ 365 ദിവസവും നമുക്ക് ജഡത്തെ മരിപ്പിക്കേണ്ടതുണ്ട്. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. എഫേസ്യർ 5:18 ഓശാനയിൽ നിന്ന് വായിക്കുന്നു. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അത് നാശമാണ്, മറിച്ച് ആത്മാവ് നിറഞ്ഞവരാകുക. ആത്മാവ് നിറഞ്ഞവരാകുക. വീഞ്ഞു കുടിച്ച് മത്തരാകരുത് എന്ന് പറഞ്ഞതിന് തൊട്ടു താഴെയാണ് ആത്മാവ് നിറഞ്ഞവരാവുക എന്ന് പറയുന്നത്. വീഞ്ഞു കുടിച്ച് മത്തനായ ഒരു വ്യക്തിയെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഇപ്പോൾ ആ വ്യക്തിയെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് വീഞ്ഞാണ്, മദ്യമാണ്. നന്നായി മദ്യപിച്ച് ലഹരി പിടിച്ച ഒരു വ്യക്തിയുടെ ചിന്തയെ, സംസാരത്തെ, നടത്തത്തെ പോലും നിയന്ത്രിക്കുന്നത് ആരാണ്? മദ്യമാണ്. ഇനി ആ വ്യക്തി 2 കാലം എനിക്ക് ബലത്തോടെ തറയിൽ വെച്ച് നടക്കണം എന്ന് വിചാരിച്ചാൽ പോലും പറ്റില്ല. മദ്യം പറയും, അങ്ങനെയല്ല, നീ ഇങ്ങനെ അഴഞ്ഞഴഞ്ഞു പോയാൽ മതി. ഇതേപോലെ തന്നെ നാം പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നമ്മുടെ ചിന്തയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും, നമ്മുടെ സംസാരത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും, നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. അതുകൊണ്ടാണ് ആത്മാവ് നിറഞ്ഞവരാകുക.
പരിശുദ്ധാത്മാവിനാൽ നാം എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ജഡത്തിന് ഒരു രീതിയിലും നമ്മുടെ മേൽ സ്വാധീനം കിട്ടുകയില്ല. കാരണം പിന്നെ നമ്മളല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ചിന്തകളെ, പ്രവൃത്തിയെ, താല്പര്യങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് വല്ലപ്പോഴും ആത്മാവിനാൽ നിറയുകയല്ല, ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു മഹാഭാഗ്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം 12 തൊട്ട് 13 വരെ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് നമുക്ക് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ശിഷ്യന്മാർ താൻ തിരഞ്ഞെടുത്ത 12 പേർ 3.5 വർഷക്കാലം നടന്നു. ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് അതിശ്രേഷ്ഠമായ ഉപദേശങ്ങൾ അവർ കേട്ടു. എന്നിട്ടും അവർക്ക് തങ്ങളുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. മറ്റുള്ളവരെക്കാളും എനിക്ക് വലിയവനാകണം എന്നുള്ള ചിന്ത ജഡത്തിൻ്റെ സന്തതിയാണ്. അവർ അങ്ങനെ തർക്കിക്കാനായി തുടങ്ങി, ഞങ്ങളുടെ ഇടയിൽ ആരാണ് വലിയവൻ. അപ്പോൾ കർത്താവ് പ്രകാരം പറഞ്ഞില്ല, 3.5 വർഷക്കാലം നിങ്ങൾ എൻ്റെ കൂടെ നടന്നു, താഴ്മയുടെ, വിശുദ്ധിയുടെ, വിനയത്തിൻ്റെ ഉപദേശങ്ങൾ നിങ്ങൾ കേട്ടു. എന്നിട്ട് നിങ്ങൾക്കിതൊന്നും ഉൾക്കൊള്ളുവാൻ സാധ്യമല്ലാതെ ഇപ്പോൾ വലിയവനാകാൻ വേണ്ടി തർക്കിക്കുകയാണോ? അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഇനി നടക്കേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാവരും വന്ന വഴിക്ക് പോകുവിൻ. അങ്ങനെ കർത്താവ് പറഞ്ഞില്ല. കാരണം തൻ്റെ ശിഷ്യന്മാരുടെ ബലഹീനത കർത്താവിനറിയാം. ഇവർക്ക് ലഭിക്കേണ്ടത് വേണ്ട അളവിൽ ലഭിച്ചിട്ടില്ല. ഇവർ കാത്തിരുന്ന് പരിശുദ്ധാത്മ ശക്തി നേടിയെടുക്കണം. അപ്പോൾ മാത്രമാണ് ഇവർക്ക് ഈ വലിയവനാകണം എന്നുള്ള ചിന്തയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കുവിൻ, ഉയരത്തിലെ ശക്തി നിങ്ങൾക്ക് ലഭിക്കും. കാത്തിരുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പെന്തക്കോസ്ത് നാളിൽ. പിന്നെ അതിനുശേഷം ഇവർ ഒരിക്കലും അവരുടെ ഇടയിൽ വലിയവൻ ആരാണ് എന്നുള്ള ചിന്തയിൽ കുടുങ്ങിയില്ല. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെക്കാൾ എനിക്ക് വലിയവനാകണമെന്നൊരു ചിന്ത, അത് സഭാജീവിതത്തിലാകട്ടെ, ഈ ലോകത്തിലെ മതേതര മണ്ഡലത്തിലാകട്ടെ നമുക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം നാം ജഡത്തിൻ്റെ സന്തതിയാണ് ഈ വലിയവനാകണം എന്നുള്ള ചിന്ത. അതിനാൽ സ്വാധീനിക്കപ്പെടുകയാണ്. അതിനെ കൊല്ലണം. ഒരിക്കൽ വലിയവനാകാൻ ആഗ്രഹിച്ച പത്രോസും മറ്റു പലരും പിന്നീട് ദൈവാത്മാവിനാൽ നിറഞ്ഞപ്പോൾ എളിമ പഠിച്ചു. അപ്പോൾ അവർ പ്രബോധിപ്പിക്കുകയാണ്, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കണം. ഒരിക്കൽ വലിയവനാകാൻ ചിന്തിച്ച പത്രോസ് ഇപ്പോൾ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ താൻ താഴ്മ ധരിക്കുകയും മറ്റുള്ളവരോട് താഴ്മ ധരിക്കണമെന്ന് പ്രബോധിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ചെയ്യുന്ന വ്യത്യാസം. 1 പത്രോസ് 5:5 വായിക്കാം. എല്ലാവരും അന്യോന്യം കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ. ഇന്ന് അധികാരത്തിന് വേണ്ടി, വലിയ കസാരകൾക്ക് വേണ്ടി പലരും മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ സാധിക്കും? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും വിമോചനം കിട്ടുന്നത്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു വ്യക്തിക്ക് മറ്റുള്ളവനേക്കാൾ ഞാൻ വലിയവനാകണം എന്നുള്ളൊരു ചിന്ത കൊടുക്കുന്നത് ജഡമാണ്. അതിനെ മരിപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ. അപ്പോൾ എല്ലാ രീതിയിലുള്ള അധികാര വടംവലി, മത്സരം, മറ്റുള്ളവനെ തോൽപ്പിച്ച് എനിക്ക് വലിയവനാകണം, ആ ചിന്തയെല്ലാം ജഡമാണ് നൽകുന്നത്. ഇന്ന് ഈ സൺഡേ സ്കൂൾ കുട്ടികളുടെ മത്സരം പോലും പ്രത്യക്ഷത്തിൽ ഒരു ദോഷവും ഇല്ലയെന്ന് തോന്നിയാലും മറ്റുള്ളവനേക്കാളും എനിക്ക് വലിയവനാകണം എന്നുള്ള ചിന്ത പലപ്പോഴും കുരുന്നിലെ കുഞ്ഞുങ്ങൾക്ക് വരികയാണ്. അത് ലോകത്തിലുള്ള ഒരു പ്രവണതയാണത്. മറ്റുള്ളവരെ തോൽപ്പിച്ച് എൻ്റെ താലന്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കണം. യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. അതെന്താണ് മനോഭാവം? ദൈവത്തോട് സമത്വം നിലനിർത്താതെ, താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത നിലനിർത്താതെ വേഷത്തിൽ മനുഷ്യനായി ദാസൻ്റെ രൂപം ധരിച്ചു. ശിഷ്യന്മാരുടെ മറ്റൊരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ടും ഇവർക്ക് ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള ശക്തി ലഭിച്ചിരുന്നില്ല. ശമര്യക്കാർ ഇവരെ സ്വീകരിച്ചില്ല, യേശുവിനെ ശിഷ്യരെയും. അപ്പോൾ യോഹന്നാൻ പറയുന്നത്, ഏലിയാവ് പണ്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് തീയിറക്കി
അതുകൊണ്ട് യേശുവിനെ ശിഷ്യന്മാരെയും ശമര്യക്കാർ സ്വീകരിക്കാത്തത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി അവരെ നശിപ്പിക്കണം. അതാണ് ഈ യോഹന്നാൻ്റെ ആഗ്രഹം. പക്ഷേ ആഗ്രഹമൊക്കെ അപ്രത്യക്ഷമായത് എപ്പോഴാണ്? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കൃപ യോഹന്നാൻ ലഭിച്ചു, എല്ലാ ശിഷ്യന്മാർക്കും. പിന്നെ ഈ യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പസ്തോലനായി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ളിൽ വൈരാഗ്യം നമുക്ക് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ജഡമാണ് നമ്മളെ കീഴടക്കുന്നത്. ആ സമയത്ത് നമ്മളെ നിയന്ത്രിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവല്ല. ശിഷ്യന്മാർ ഇപ്രകാരം ദൈവത്തിൻ്റെ അഗ്നി അയച്ച് ശത്രുക്കളെ, അവർ വലിയ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല, ഇവരെ വെൽക്കം ചെയ്തില്ല, അത്ര മാത്രമേ ഉള്ളൂ. അവരെ നശിപ്പിക്കണമെന്നുള്ള ചിന്ത ശിഷ്യന്മാർക്ക് വന്നപ്പോൾ യേശുവിൻ്റെ കൂടെയാണ് അവർ നടക്കുന്നതെങ്കിലും അവരെ നിയന്ത്രിച്ച ആത്മാവ് മറ്റൊരാത്മാവായിരുന്നു. ലൂക്കോസ് 9:53-56 വരെ. എന്നാൽ അവനെന്ന് പറയുന്നത് യേശുവാണ്. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ, അതായത് ശമര്യക്കാർ, അവനെ സ്വീകരിച്ചില്ല. അത് അവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണനെ നശിപ്പിക്കാനല്ല രക്ഷിക്കുവാനത്രേ വന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കാൻ പരിശ്രമിക്കുന്ന എല്ലാ വ്യക്തികളും, ഭാര്യയ്ക്കെതിരെ, ഭർത്താവിനെതിരെ, പാസ്റ്റർക്കെതിരെ, വിശ്വാസികൾക്കെതിരെ, അയൽക്കാരനെതിരെ പ്രതികാര നടപടി അതിന് തുനിയുന്ന എല്ലാ വ്യക്തികളും ഒരു പ്രത്യേക ആത്മാവിനാൽ സ്വാധീനിക്കപ്പെടുന്നവരാണ്. അവർ അത് തിരിച്ചറിയുന്നില്ല. ഈ ശമര്യക്കാർ ഈ രീതിയിൽ നശിപ്പിക്കണമെന്ന് ഈ യോഹന്നാൻ പറയുമ്പോൾ അവരെ സ്വാധീനിച്ചിരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷേ യേശുവിന് അത് മനസ്സിലായി. നമ്മുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോടൊരു പ്രതികാര മനോഭാവം ഉടലെടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തിരിച്ചറിയില്ല ഏത് ആത്മാവാണ് എന്നെ ഇപ്പോൾ സ്വാധീനിക്കുന്നത്. ഇന്ന് സഭയ്ക്കകത്തും ഇത്തരത്തിലുള്ളൊരു ആത്മാവ് വ്യാപരിക്കുകയാണ്. അതുകൊണ്ടാണ് പല പ്രതികാരത്തിൻ്റെ പ്രകടനങ്ങളും പലയിടത്തും കാണുന്നത്. പക്ഷേ അതെല്ലാം എപ്രകാരമാണ് അപ്രത്യക്ഷമാവുക? കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കുവിൻ, പരിശുദ്ധാത്മ ശക്തി പെന്തക്കോസ്ത് നാളിൽ വന്നു. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് ശത്രുക്കളെ സ്നേഹിക്കാനുള്ള ഒരു നല്ല മനസ്സ് ലഭിക്കുകയാണ്. പിന്നെ യോഹന്നാൻ ഒരിക്കലും ശത്രുക്കളെ ദഹിപ്പിക്കാനല്ല ആഗ്രഹിക്കുന്നത്. ശത്രുവിനെ സ്നേഹിക്കുവാൻ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവാൻ, സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും അധികം ഉപദേശിച്ചത് ഈ യോഹന്നാനാണ്. ഒരിക്കൽ ശത്രുവിനെ ദഹിപ്പിക്കണമെന്നുള്ള ആ ആത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ട യോഹന്നാൻ ഇപ്പോൾ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ടപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു അപ്പസ്തോലൻ, എല്ലാവരോടും സ്നേഹിക്കണമെന്ന് ഉപദേശിക്കുന്ന ഒരു അപ്പസ്തോലൻ. ഈ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ ഉള്ളിലെയും പ്രതികാര മനോഭാവത്തെ മാറ്റി സ്നേഹത്താൽ നിറയ്ക്കാൻ സാധിക്കൂ. അപ്പോൾ നമുക്ക് ഏത് ശത്രുവിനെയും സ്നേഹിക്കുവാനായി സാധിക്കും. കർത്താവായ യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ നടന്നു. ശിഷ്യന്മാർക്കൊരു കാര്യം അറിയാം, യേശു വീണ്ടും വന്നാൽ രാജ്യം സ്ഥാപിക്കും. യേശു രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. മാത്രമല്ല അപ്പോൾ ഈ ശിഷ്യന്മാർക്കൊക്കെ ഞങ്ങൾക്ക് ചുരുങ്ങിയ പക്ഷം നാടുവാഴികളെങ്കിലും ആകാം. അപ്പോൾ കർത്താവിന് ഉയർപ്പിന് ശേഷം ഇവർ ചോദിക്കുകയാണ്, പെന്തക്കോസ്ത് നാളിന് മുമ്പ് നീ എപ്പോഴാണ് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുക? ചോദിക്കുന്നതിനൊരു കാരണമുണ്ട്. ക്രിസ്തു രാജാവായി ഭരിക്കാൻ തുടങ്ങിയാൽ ഇവർക്കൊക്കെ എന്തെങ്കിലും നേട്ടം കിട്ടും, ചുരുങ്ങിയ പക്ഷം നാടുവാഴികൾ ആകും. പക്ഷേ കർത്താവ് അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഒന്നും പറഞ്ഞു കൊടുത്തില്ല. നിങ്ങളിപ്പോൾ ഈ കാര്യമല്ല അറിയേണ്ടത്, മറിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിനാലാണ് ഇപ്പോൾ നിറയേണ്ടത്. നിങ്ങൾ കാത്തിരിക്കുവിൻ. ഈ പരിശുദ്ധാത്മ ശക്തിക്കായി കാത്തിരുന്നു. പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞപ്പോൾ തങ്ങൾക്ക് എന്ത് ലഭിക്കണം, എന്ത് കിട്ടണം എന്നുള്ള ചിന്തയിൽ നിന്ന് അവർ വിമുക്തരായി. പിന്നെ അവർ നാടുവാഴികളല്ല ആയത്, പിന്നെ അവർ രക്തസാക്ഷികളാണ് ആയത്. പ്രിയമുള്ളവരെ, ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ എനിക്കെന്ത് കിട്ടും, ക്രിസ്തുവിനെ ഉപയോഗിച്ച് എനിക്കെന്ത് നേട്ടം കിട്ടും, ഇങ്ങനെ സ്വാർത്ഥത പെരുകുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയണം. യഥാർത്ഥ ആത്മാവിനാൽ നിറയുമ്പോഴാണ് സ്വീകരിക്കാനല്ല കൊടുക്കാനുള്ള ആഗ്രഹം നമ്മളിൽ വർദ്ധിക്കുന്നത്. അത് പെന്തക്കോസ്ത് നാളിൽ അപ്പസ്തോലന്മാരിൽ മാത്രമല്ല,
ആദിമ ക്രൈസ്തവ സഭയിൽ സത്യാത്മാവ് വ്യാപരിപ്പിച്ചപ്പോൾ അവർക്ക് കിട്ടണം എന്നുള്ള ചിന്തയല്ല, പിന്നെയോ കൊടുക്കണം എന്നുള്ള ചിന്ത വന്നു. അപ്പോൾ അവരുടെ വസ്തുവകകൾ, ജന്മഭൂമികൾ പോലും വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചു. കാരണം അവരാരും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വിശ്വസിച്ചില്ല, എല്ലാം അവർക്ക് പൊതുവകയായിരുന്നു. ഇങ്ങനെ വസ്തുവകകൾ പോലും, ജന്മഭൂമികൾ പോലും വിൽക്കണമെങ്കിൽ ദൈവാത്മാവിന് വലിയൊരു പ്രവർത്തനം ആവശ്യമാണ്. ഇന്ന് ചിലർ ചത്താലും അവരുടെ വീടും പറമ്പ് ആർക്കും കൊടുക്കുകയില്ല, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കൊണ്ടുപോയിക്കൊള്ളട്ടെ, അതാണ് മനോഭാവം. പക്ഷെ ജീവനോടിരിക്കുമ്പോൾ തന്നെ ഒരുവൻ്റെ വസ്തുവകകൾ വിട്ടുകൊടുക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ചിലർ പറയും, ഞാൻ ജീവനോടിരിക്കും കാലം ഇതിൽ നിന്ന് തരി നിങ്ങൾക്ക് തരില്ല. ഓക്കെ, മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് എടുക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അതല്ല ചെയ്യുന്നത്. ജീവനോടിരിക്കുമ്പോൾ തന്നെ വസ്തുവകകൾ പങ്കിട്ട് നൽകുവാൻ ഒരു വ്യക്തിക്ക് ശക്തി നൽകുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 6-9 വരെ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ജഡത്തിൻ്റെ ശക്തമായ ആയുധമാണ് ഈ സ്വാർത്ഥത. എനിക്ക് കിട്ടണം എന്നുള്ള ചിന്ത. എന്നാൽ ആ നരകസർപ്പത്തിൻ്റെ തല തകർക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. ആദിമസഭ വിശ്വാസികൾ ചെയ്ത കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 44-45 വരെ. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു, സകലവും പൊതുവക എന്ന് കരുതുകയും ജന്മഭൂമികളും വസ്തുവകകളും വിറ്റ് അവനവന് ആവശ്യം ഉള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും. അപ്പസ്തോല പ്രവർത്തനം 4:32. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവക ആയിരുന്നു. അപ്പസ്തോലന്മാർ ഒരിക്കലും നിങ്ങൾ ദശാംശം കൊടുക്കണം, നിങ്ങൾ ദശാംശം കൊടുത്താൽ ദൈവം നിങ്ങളെ 100 ഇരട്ടി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ല. കാരണം ദശാംശം എന്നുള്ള സംവിധാനം പഴയ നിയമത്തിലേത് വീണ്ടും സ്ഥാപിച്ചാൽ ഇതുപോലെ എല്ലാം പൊതുവകയായി എണ്ണുകയില്ല. പഴയ നിയമത്തിൽ യഹൂദന്മാർ പലപ്പോഴും ദൈവത്തിന് കൊടുത്തത് ഒരു പ്രത്യേക മനോഭാവത്തോടെയാണ്. ഞാൻ ദശാംശം കൊടുത്താൽ സ്വർഗത്തിലെ ദൈവം ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് എൻ്റെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കുമല്ലോ എന്നുള്ള ചിന്തയാലാണ് പലരും ദശാംശം പഴയ നിയമത്തിൽ കൊടുത്തത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നാം കൊടുക്കുന്ന കാര്യം പോലും പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കേണ്ടത്. പഴയ നിയമത്തിൽ ന്യായപ്രമാണമാണ് ഒരുവൻ്റെ സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിച്ചത്. എല്ലാറ്റിലും 10-1 കൊടുക്കണം. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്വന്തമാക്കണം, ആ ചിന്തയ്ക്ക് അങ്ങ് വേരറുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പ്രബോധിപ്പിച്ചു, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചത് കൊടുക്കട്ടെ, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു, നിർബന്ധത്താലേ അരുത്. അതായത് പുതിയ നിയമത്തിലൊരു വിശ്വാസി എത്ര കൊടുക്കണം, എത്ര ശതമാനം കൊടുക്കണം, ആ കാര്യത്തിൽ ആരും ഒരു പ്രത്യേക ഉപദേശം അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് എന്തു കൊടുക്കണം എന്ന് പ്രേരിപ്പിക്കുന്നുവോ അതനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ മനുഷ്യരല്ല നിങ്ങൾ ഇത്ര % കൊടുക്കണമെന്ന് പറയുന്നു. ലോകത്തിൽ മനുഷ്യരുടെ ദ്രവ്യാഗ്രഹം അത്രമാത്രം വലുതായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാൽ ആദിമവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദശാംശം കൊടുത്താൽ എനിക്ക് അനുഗ്രഹം കിട്ടുമെന്നുള്ള ചിന്തയല്ല, പിന്നെയോ അവർ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. അവർക്കുള്ളതെല്ലാം കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. ഇത്ര ശതമാനം കൊടുത്ത് ഇരട്ടി ശതമാനം വാങ്ങുക എന്നുള്ള ചിന്തയല്ല. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മുടെ സ്വാർത്ഥതയെ മരിപ്പിക്കുന്നത്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. സാമ്പത്തിക മേഖലയിലും നമ്മെ നിയന്ത്രിക്കേണ്ടത്, നടത്തേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം, മറ്റു വ്യക്തികളാകാൻ പാടില്ല. മറ്റു വ്യക്തികൾ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ അതിൽ കുടുങ്ങാൻ പാടില്ല. കാരണം എല്ലാ മേഖലയും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം.